മുസ്ഹഫുകളിൽ ആദ്യം എഴുതപ്പെട്ട സൂറത്ത് എന്നതാണ് അതിൻ്റെ ഒരു ഉദ്ദേശം. മാത്രമല്ല മറ്റൊന്നത് ഇന്നമാ സുമ്മിയത്ത് ബിദാലിക ലിറുജൂഇൽ മആനിൽ ഖുർആൻ കുല്ലിഹി ഇലാ മാ തളമ്മനതുഹു. അതായത് വിശുദ്ധ ഖുർആനിൽ എന്തെല്ലാം ഉണ്ടോ ആ ആശയങ്ങളെ മുഴുവനും ഫാത്തിഹ സൂറത്ത് ഉൾക്കൊള്ളുന്നത് കൊണ്ട് അതിനെ ഉമ്മുൽ കിതാബ് എന്ന് അതിനൊരു പേരുണ്ട് എന്നാണ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഖുർആനിൽ എന്തെല്ലാം ആശയങ്ങളുണ്ടോ അത് മുഴുവൻ ഫാത്തിഹ സൂറത്തിൽ ഉണ്ട് എന്നാണ്. പലപ്പോഴും ആളുകൾ പറയും നിസ്കരിക്കാൻ നിന്നാൽ ഓരോന്ന് മനസ്സിക്ക് വരികയാണ്, ഓരോന്ന് ചിന്തിച്ചു പോവുകയാണ് എന്ന് പറയും. എത്ര വലിയ നഷ്ടമാണെന്ന് ആലോചിക്കും നിങ്ങൾ. നിസ്കരിക്കാൻ വേണ്ടി ഒന്നുകൊടുത്തിന് സമയം കണ്ട് വന്നിട്ട് അത് ഉപയോഗപ്പെടാതെ പോവാന്ന് പറഞ്ഞാൽ ഇത് നഷ്ടമാണ്. അപ്പോൾ വിശുദ്ധ ഖുർആന്റെ മുഴുവനും ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന 7 വചനങ്ങൾ നിസ്കാരത്തിന്റെ മുഖ്യ ഭാഗമാണ്. 4 റക്അത്ത് നിസ്കരിക്കുമ്പോൾ അതിലേറ്റവും അധികം സമയം നമ്മൾ നിരതമായി നിൽക്കുന്നത് ഫാത്തിഹയുടെ പാരായണത്തിലാണ്. പക്ഷെ ഈ ഫാത്തിഹ പാരായണം ചെയ്യുമ്പോൾ ഖുർആനിലെ ഏതെങ്കിലും ഒരാശയം, മുഴുവൻ വേണ്ട, ഏതെങ്കിലും ഒരാശയം മനസ്സിൽ വരുന്നില്ലെങ്കിൽ യഥാർത്ഥത്തിൽ നമുക്കെങ്ങനെ നമ്മുടെ നമസ്കാരത്തെ ഈ പാരായണങ്ങളിൽ കേന്ദ്രീകരിക്കാനും ഏകാഗ്രമാക്കാനും കഴിയും എന്നതാണ്. ഒരു ഖുതുബയുടെ പരിമിതമായ സമയം കൊണ്ട് ഒരു ഫാത്തിഹ സൂറത്തിന്റെ ആശയം പഠിപ്പിക്കാൻ പറ്റൂലെങ്കിലും സുഹൃത്തുക്കളെ, ഇത് കഴിഞ്ഞ് നമ്മൾ ജുമാ നമസ്കരിക്കുമ്പോഴെങ്കിലും അതിൻ്റെ ചില ആശയങ്ങൾ നമ്മുടെ മനസ്സിൽ യഥാർത്ഥത്തിൽ വരേണ്ടതുണ്ട് എന്നാണ്. ഒരു വിശ്വാസി അറിയേണ്ട മുഴുവൻ ആശയങ്ങളെയും ഉൾക്കൊള്ളുന്നു ഈ സൂറത്ത് എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത്. ഒന്ന്, ഇസ്ലാമിന്റെ മർമ്മം 3 തൗഹീദിന്റെ 3 ഇനങ്ങളാണ്. തൗഹീദുൽ ഉലൂഹിയ, അള്ളാഹുവിൻ്റെ ആരാധ്യതയുള്ള ഏകത്വം, അള്ളാഹുവിൻ്റെ രക്ഷകർത്തൃത്വത്തിലുള്ള ഏകത്വം, അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷങ്ങളുടെ ഏകത്വം. ഇത് 3 ഇതിലുണ്ട്. നമ്മൾ ഈ 3 ആശയവും ഇതിലുണ്ട്. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്നും അതേപോലെ തന്നെ അള്ളാഹു എന്നുള്ള കലിമ, ആ പദവും നാമവും എല്ലാം ഉലൂഹിയത്തിനെ പ്രതിനിധീകരിക്കുന്നു. റബ്ബുൽ ആലമീൻ എന്ന് പറയുന്ന റബ്ബ് റുബൂബിയത്തിനെ, അള്ളാഹുവിന്റെ സൃഷ്ടികത്വത്തെ പ്രതിനിധീകരിക്കുന്നു. അൽ ഹംദു എന്ന് പറയുമ്പോൾ ഹംദ്, സ്തുതി എന്ന് പറയുന്ന ആശയത്തിൽ അള്ളാഹുവിന്റെ നാമങ്ങളിലേക്കുള്ള സൂചനയുണ്ട് എന്നാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഏറ്റവും ഉന്നതമായ തൗഹീദിന്റെ മുഴുവൻ വശങ്ങളെയും അത് പ്രതിനിധീകരിക്കുന്നു എന്ന് അതിൽ പറയുന്നുണ്ട്. മാത്രമല്ല യഥാർത്ഥത്തിൽ അതിലുള്ള ഓരോ വശങ്ങളും നമ്മൾ പരിശോധിച്ചു. റിസാലത്തിന്, പ്രവാചകത്വത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറയുമ്പോൾ അതുണ്ട്. എല്ലാ പിഴച്ച കക്ഷികളെ കുറിച്ചുമുള്ള സൂചനയുണ്ട്. ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ എന്ന് പറയുന്ന എല്ലാ പിഴച്ച കക്ഷികളെ. പരലോകത്തെ കുറിച്ചുണ്ട്. മാലിക് യൗമിദ്ദീൻ എന്ന് പറയുമ്പോൾ പ്രതിഫലത്തെക്കുറിച്ചും ശിക്ഷയെക്കുറിച്ചും രക്ഷയെക്കുറിച്ചും പറയുന്ന പരലോകത്തെക്കുറിച്ച് സൂചനയുണ്ട്. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സമഗ്രമായി ഉൾക്കൊള്ളുന്ന ഒരു അധ്യായം എന്ന നിലക്കാണ് സൂറത്തുൽ ഫാത്തിഹയെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫാത്തിഹയ്ക്ക് ധാരാളം പേരുകൾ യഥാർത്ഥത്തിൽ ഈ ഫാത്തിഹയെ കുറിച്ച് വായിക്കുമ്പോൾ, അതിന്റെ തഫ്സീറുകൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. വാഖിയത്ത് എന്നുണ്ട്. എല്ലാ ഷെറുകളും നമ്മൾ തടയാൻ ഫാത്തിഹ സൂറത്തിന്റെ പിന്നെ റുഖിയ, നമുക്ക് മന്ത്രം എന്ന നിലക്ക് ഓതാൻ പറ്റുന്ന ഒരു സൂക്തം എന്ന നിലക്ക് പറഞ്ഞിട്ടുണ്ട്. റാഹിമത്ത്, അർ റഹ്മാൻ റഹീം എന്നുള്ളത് കൊണ്ട് റാഹിമത്ത് എന്ന് വിളിച്ചിട്ടുണ്ട്, ഷിഫാ എന്ന് വിളിച്ചിട്ടുണ്ട്. പല പല പേരുകളിൽ അറിയപ്പെടുന്നതാണ് ഈ സൂറത്ത്. അത്രമാത്രം മഹത്വമുണ്ട് ഈ സൂറത്തിന് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഈ ഫാത്തിഹ സൂറത്ത് നമസ്കാരത്തിലെ പ്രധാനമാണ്. മൻ സ്വല്ല സ്വലാത്തൻ ലം യഖ്റ ഫീഹാ ബി ഉമ്മിൽ ഖുർആൻ ഫഹിയ ഖിദാജ്. ആരെങ്കിലും ഫാത്തിഹ സൂറത്ത് ഓതാതെ നിസ്കരിക്കുകയാണെങ്കിൽ ആ നിസ്കാരം ഗൈറു തമാം, ആ നിസ്കാരം പൂർണ്ണമല്ല എന്നാണ്. അപ്പോൾ റസൂലേ, ഞങ്ങൾ ഇമാമിന്റെ കീഴിൽ നിസ്കരിക്കുമ്പോഴോ അപ്പോഴും നിങ്ങൾ മനസ്സിലെങ്കിലും അത് പാരായണം ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു ഓർമ്മപ്പെടുത്തി എന്നാണ്. അത്രമാത്രം പ്രധാനമാണ് അതിന്റെ പാരായണം എന്നാണ്. സുഹൃത്തുക്കളെ, ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ജീവിതത്തിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ടോ ആ അനുഗ്രഹങ്ങൾ മുഴുവനും അള്ളാഹുവിൻ്റെതാണ്. ഫമാ മിൻ നിഅ്മത്തിൻ, എന്ത് അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് വന്നാലും ഫമാ ബിക്കും മിൻ നിഅ്മത്തിൻ ഫമിനല്ലാഹ്, അതെല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നാണ്. എത്രമാത്രം അള്ളാഹുവിനോട് നമ്മൾ കടപ്പെട്ടിട്ടുണ്ടെന്നല്ല. ജീവിതത്തിൽ ഒരനുഗ്രഹവും അതല്ല തരണ്ടെന്ന് വിചാരിച്ചാൽ അതില്ല സുഹൃത്തുക്കളെ. ഈ ശ്വാസം അതില്ല, അത് പടച്ചോൻ തരാണ്. തരണ്ടെന്ന് വിചാരിച്ചാൽ നമുക്കത് കിട്ടൂല. അള്ളാഹുവിനെ അതുകൊണ്ട് അൽഹംദു എന്ന് പറയുമ്പോൾ അള്ളാഹ് നമുക്ക് പഠിപ്പിച്ചത്, നമ്മൾ ജീവിതത്തിൽ നമുക്കറിയുക പോലും ചെയ്യാത്ത, നമ്മൾ അനുഭവിച്ചിട്ടും നമുക്കറിയാൻ പറ്റാത്ത പരോക്ഷമായ അനുഗ്രഹങ്ങളെ കൂടെ പ്രതിനിധീകരിക്കാൻ ആ വാക്കിന് പറ്റും. അള്ളാഹ്ക്ക് മനസ്സറിഞ്ഞ് നമ്മൾ സ്തുതി പറയാണ്. അത് നമ്മുടെയൊക്കെ നിർബന്ധമായ ഒരു കർത്തവ്യമാണ്. സർവസ്തുതികൾ അള്ളാഹുവിൻ്റെ അടുക്കെന്നല്ലാതെ ഒന്നും നമുക്ക് വരില്ല. അവൻ ആരാണ്? റബ്ബുൽ ആലമീൻ. അല്ലാത്ത മറ്റെല്ലാറ്റിൻ്റെയും പരിപാലകൻ അവനാണ്. ആലം എന്ന് പറഞ്ഞാൽ അത് അല്ലാത്ത എല്ലാറ്റിനും ആലം, എല്ലാറ്റിൻ്റെയും പരിപാലകൻ.
പരിപാലകൻ എന്ന് പറഞ്ഞാൽ എനിക്ക് സംരക്ഷിച്ച് നിലനിർത്തുന്ന അള്ളാഹു. ഭക്ഷണം കൊടുക്കുന്നത്, അതിൻ്റെ പ്രത്യുൽപാദനം, അതിൻ്റെ സുരക്ഷ, എല്ലാം അത് ഈ പ്രപഞ്ചത്തിലെ സർവ്വ ചരാചരങ്ങൾ, ഒരു ജീവി പോലും അതിനെ സൃഷ്ടിച്ചപ്പോൾ അതിൻ്റെ ഭക്ഷണം ഇവിടെ സൃഷ്ടിക്കാതെ പോയിട്ടില്ല, അതിൻ്റെ സുരക്ഷിതത്തിൻ്റെ വഴി നിർണ്ണയിക്കാതെ പോയിട്ടില്ല, ഒക്കെ ചെയ്തിട്ടുണ്ട്. റബ്ബ് എന്ന് പറയുമ്പോൾ രണ്ട് തലത്തിലുണ്ട്. ഒന്ന്, ഈ ലോകത്തുള്ള സർവ്വ ചരാചരങ്ങളെയും അവൻ സംരക്ഷിക്കും, ആവശ്യമായതൊക്കെ കൊടുക്കും. എല്ലാ അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ നിഷേധിച്ച ഒരു യുക്തിവാദിക്ക് പോലും കുട്ടികളുണ്ടാവും. അയാളെ ശ്വാസോച്ഛ്വാസം നേരെ നടക്കും, അയാൾ തൊഴിലെടുത്ത് അയാൾക്ക് ജീവിക്കാൻ പറ്റും, എല്ലാം കൊടുക്കും. എന്നാൽ അത് തെർബിയത്തുൽ ആമ്മയാണ്, എല്ലാവർക്കും കിട്ടുന്നത്. എന്നാൽ സുഹൃത്തുക്കളെ വേറിട്ട് മനസ്സിലാക്കണം, സദാസമയവും നമ്മളെ സംരക്ഷിക്കുന്ന പടച്ചോൻ നമുക്ക് പ്രത്യേകം തരും. അള്ളാഹുവിൻ്റെ ആത്മമിത്രങ്ങൾക്ക് അള്ളാഹുവിനെ പരിഗണിച്ച് ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും അവന് പ്രത്യേക മഹത്വം കൽപ്പിച്ച് അവന്റെ സംരക്ഷണത്തിലാണെന്ന് ജീവിക്കുന്നവന് അള്ളാഹു എന്ത് ചെയ്യും? പ്രത്യേകമായി അള്ളാഹു അവനെ പരിഗണിക്കുമെന്നാണ്. അവന് പ്രത്യേകമായൊരു പരിഗണന അള്ളാഹു നൽകും. ആ തർബിയത്ത് നമുക്ക് കിട്ടാൻ നമ്മൾ അള്ളാഹുവിനെ പ്രത്യേകമായി സൂക്ഷിക്കുകയും അവനോട് നമ്മൾ പാപമോചനം തേടുകയും അതേപോലെ തന്നെ അവനോട് നമ്മൾ ഏറ്റവും അടുക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണം എന്നല്ല. അപ്പൊ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്തൊക്കെ വന്നു സുഹൃത്തുക്കളെ. എല്ലാറ്റിനും ഒരു സ്തുതി മനസ്സറിഞ്ഞ് പറഞ്ഞ് എന്തെങ്കിലും ഫാത്തിഹ തുടങ്ങിയപ്പോൾ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്നതിന് മുഴുവനും ഞാൻ അള്ളാഹ്ക്ക് ശുക്ർ പറയുന്നു എന്ന് ആ വാക്കിൽ നമ്മൾ ഓർത്തോ. ഈ ലോകത്തെ മുഴുവനും പരിപാലിക്കുന്നവൻ സ്തുതിക്കർഹനാണെന്ന കാര്യത്തിൽ എന്ത് സംശയം. മാത്രമല്ല അള്ളാഹുവിൻ്റെ മുഴുവൻ സൃഷ്ടിപ്പിനെയും അവൻ്റെ പരിപാലനത്തെയും നിയമസംഹിതകളെയും പരിശോധിക്കും മനസ്സിലാവും അർ റഹ്മാൻ റഹീം. അവൻ പരമകാരുണികനും കരുണാനിധിയുമാണ്, അളവില്ലാത്ത കാരുണ്യത്തിൻ്റെ ഉടമസ്ഥനാണ്. അതാർക്കും നിർണയിക്കാൻ പറ്റില്ല. നോക്ക് നിങ്ങൾ, ഒരു 70 കൊല്ലം ഞാനും നിങ്ങളിവിടെ ജീവിച്ച് മരിച്ചു പോയാൽ ആ 70 കൊല്ലത്തിനിടയ്ക്ക് നമ്മൾ എന്തൊക്കെ അനുഭവിച്ചു എന്ന് നമുക്ക് ആലോചിച്ചിട്ട് പറയാൻ പറ്റൂല. ഒരു പക്ഷേ എന്തെങ്കിലുമൊക്കെ അനുഗ്രഹങ്ങൾ നിരാകരിക്കപ്പെടുമ്പോഴാണ് നമ്മൾ ഒരു പക്ഷേ അതിൻ്റെ വിലയും അതിൻ്റെ മഹത്വവും നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ പരമകാരുണ്യകൻ, കണക്കില്ലാതെ, അത് അള്ളാഹുവിന് വഴിപ്പെട്ടവർക്ക് പ്രത്യേകമായി കരുണ നൽകുന്നവനാകുന്നു അള്ളാഹു. മാലിക് യൗമിദ്ദീൻ, മാലിക് ഉടമസ്ഥനാണ്. ഉടമസ്ഥൻ എന്ന് പറഞ്ഞാൽ പരലോകത്തെത്തുമ്പോൾ ആർക്കും ഒരധികാരവുമില്ലാതെ അള്ളാഹുവിന് മാത്രം അധികാരമായി തീരുന്ന ദിവസമാകുന്നു. എല്ലാ അധികാരങ്ങളും അള്ളാഹുവിൽ കേന്ദ്രീകരിക്കപ്പെടും. അതാണ് മാലിക് യൗമുദ്ദീൻ. യൗമുദ്ദീൻ ഖിയാമത്ത് നാളാണ്. എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രതിഫലം നൽകുന്ന ഒരു ദിവസമാണ്. അന്ന് എല്ലാവരും അള്ളാഹുവിന് കീഴ്പ്പെട്ട് നിൽക്കുന്ന ഒരു ദിവസമാണ്. ആ ദിവസത്തിൻ്റെ ഉടമസ്ഥൻ പരലോകം നമ്മുടെ മനസ്സിൽ വരും. അവിടെ തണൽ നൽകുന്നത്, സ്വർഗം നൽകുന്നത്, ശുപാർശകൾ നമുക്ക് തരുന്ന എല്ലാം അള്ളാഹുവിൻ്റെ അധികാരമാണ്. ആ പടച്ചവൻ്റെ ആ അധികാരത്തെയാണ്, ആ മഹത്വത്തെയാണ് മാലിക് യൗമുദ്ദീൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറയണത്. ഓരോ വാക്കും എത്ര സമഗ്രമാണ്. ഇയ്യാക നഅ്ബുദു എന്ന് പറയുന്ന ഇബാദത്തിന്റെ അർത്ഥം എന്താ സുഹൃത്തുക്കളെ? ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഇബാദത്ത് എന്ന് പറയുമ്പോൾ ഇസ്മുൻ ജാമിഉൻ ലിമാ യുഹിബ്ബുഹുല്ലാഹു വയർദാഹു മിനൽ അഅ്മാലി വൽ അഖ്വാലി ളാഹിറ വൽ ബാത്തിന. പ്രത്യക്ഷവും പരോക്ഷവുമായി ഒരു അടിമ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അവൻ അള്ളാഹു ഇഷ്ടപ്പെടുന്ന എന്ത് ചെയ്താലും അത് ആരാധനയാണ്. നമ്മൾ സദഖ കൊടുത്താൽ അള്ളാഹിന്റെ പ്രീതി ആഗ്രഹിച്ച് ആരാധന. ഒരു നല്ല വാക്ക് പറഞ്ഞാൽ അത് ആരാധനയാണ്. നിസ്കരിച്ചാൽ അത് ആരാധനയാണ്. എല്ലാ ആരാധനകളിലും പ്രതിഫലം പ്രതീക്ഷിക്കുന്നത് ആരെന്ന് മാത്രമാണ്? അള്ളാഹുവോട് മാത്രം. ജീവിതത്തിൽ അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചതിൻ്റെ ലക്ഷ്യം ഈ ആരാധനയാണ്. അത് നമ്മൾ അള്ളാഹുടെ ഒരു കരാറായിട്ട് പറയാണ്, ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം. നിന്നോട് മാത്രം സഹായം എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാൻ വന്ന് നിൽക്കുമ്പോൾ എന്തൊക്കെ വിഷമങ്ങളും എന്തൊക്കെ നേടാനും എന്തൊക്കെ ആഗ്രഹങ്ങളും ഉണ്ട് സുഹൃത്തുക്കളെ. അതിന്റെ പരിഹാരമാണ്. എന്താ പരിഹാരമായി പറഞ്ഞത്? അൽ-ഇഅ്തിമാദു അലല്ലാഹി തആല ബിജൽബിൽ മനാഫിഅ വദഫ്ഇൽ ബദാർ. എന്തനുഗ്രഹവും പടച്ചോനെ എന്നോട് ഞാൻ ചോദിക്കുള്ളൂ. ഏത് ശർറിൽ നിന്ന് എന്നെ തടുക്കാനും നിനക്കേ പറ്റൂ എന്ന് പ്രഖ്യാപിക്കുകയും അത് മഅസ്സിഖതി ബിഹി ഫി തഹ്സീലി ദാലിക്, അത് കിട്ടുന്ന ഉറപ്പുമാണ്. ഇന്നെ ഏതിടങ്ങേർന്ന് തടുക്കാനും അള്ളാഹുവിന് പറ്റും. എൻ്റെ ജീവിതത്തിൽ എന്താവശ്യങ്ങൾ നിർവഹിച്ചു തരാനും അള്ളാഹുവിന് പറ്റും എന്ന് വഇയ്യാക നസ്തഈൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുമാണ്. പിന്നെ എന്താ സുഹൃത്തുക്കളെ ഒരു വിശ്വാസിക്ക് എന്താ പേടിക്കാനുള്ളത്? എന്തും പടച്ചോൻ തരും. എന്തിൽ നിന്നും അള്ളാഹു നമ്മളെ കാക്കും. അത് അള്ളാഹുവോട് നാം ചെയ്യുന്ന കരാറാണ്, ഒരു പ്രഖ്യാപനമാണ്. യഥാർത്ഥത്തിൽ ആദ്യം അള്ളാഹുവിനെ നമ്മൾ മഹത്വപ്പെടുത്തുന്ന പ്രസ്താവനകളാണ്. രണ്ടാമത്തത് കരാറാണ്, അള്ളാഹുവോട് പറയുന്ന കരാർ.
മാത്രമല്ല പണ്ഡിതന്മാർ പറഞ്ഞു വൽ ഖിയാമു ബിഇബാദത്തില്ലാഹി വൽ ഇസ്തിആന ബിഹി ഹുവൽ വസീല ലിസ്സആദത്തിൽ അബദിയ വന്നജാത് മിൻ ജമീഇ ശുറൂർ. അള്ളാഹനെ ശരിക്ക് ആരാധിക്കുന്ന ഒരുത്തൻ ഈ ദുനിയാവിലും അവൻ എല്ലാ സൗഭാഗ്യവും ലഭിക്കുന്നതിന്റെ കാരണം ആ ആരാധനയാണെന്ന്. അള്ളാഹുവിന് നാം ചെയ്യുന്ന ആരാധനകൾ ഇഹലോക ജീവിതത്തിന്റെയും പരലോക ജീവിതത്തിന്റെയും സൗഭാഗ്യത്തിൽ എല്ലാ തിന്മകളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ ഉള്ള മാർഗമാണ്. ഫലാ സബീല ഇലൻ നജാത്ത് ഇല്ലാ ബിൽ ഖിയാമി ബിഹിമ. ഇത് നിർവഹിക്കുകയല്ലാതെ ഒരു വിശ്വാസിക്ക് രക്ഷപ്പെടാൻ വേറൊരു വഴിയില്ല. ആത്മാർത്ഥമായി നിഷ്കളങ്കമായി ഈമാനോട് കൂടെ അള്ളാഹുവിനുള്ള ഇബാദത്തുകൾ എത്ര വർദ്ധിപ്പിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുവോ, അവനിഷ്ടമുള്ള വാക്ക്, അവനിഷ്ടമുള്ള പ്രവൃത്തി എത്ര വർദ്ധിപ്പിക്കാൻ കഴിയുന്നുവോ, അതാണ് ഇഹപര സൗഭാഗ്യത്തിന്റെ നിദാനം എന്നതാണ്. നിന്നെ മാത്രം ആരാധിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ ലക്ഷ്യം. പിന്നെന്തേ നമ്മൾ ഒരു പ്രാർത്ഥനയുണ്ട്. ഇതിനേക്കാളും പ്രയോജനമുള്ള ഒരു പ്രാർത്ഥന അള്ളാഹു നമുക്ക് പഠിപ്പിച്ചിട്ടില്ല എന്നാ പറയുന്നത്. അതാ തഫ്സീർ പറയുന്നത്. ഏതാണ് പ്രാർത്ഥന? ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ആമീൻ പറയണത്. അതൊരു പ്രാർത്ഥനയായതുകൊണ്ടാണ് എല്ലാവരും ആമീൻ. എന്താ സുഹൃത്തുക്കളെ ചോദിക്കണത്? ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, നേരായ മാർഗത്തിൽ എന്നെ നീ നയിക്കണം. ഒരു മാർഗം എന്നത് എന്തിനാണ് സുഹൃത്തുക്കളെ? ഒരു വഴി എന്തിനാ? ഇത് എവിടുക്ക ഈ വഴി എന്ന് വെച്ചാൽ അതിനൊരു അറ്റം പറയാൻ പറ്റും, ഒരു ലക്ഷ്യം പറയാൻ പറ്റും. ഈ വഴി എങ്ങിട്ടാ? അള്ളാഹുവെ നേരായ വഴിയിലൂടെ എന്നെ നയിക്കണം. ആ വഴി എങ്ങിട്ടാണ്? അള്ളാഹുവിലേക്കും അവന്റെ സ്വർഗത്തിലേക്കും എത്തുന്ന വഴി. അള്ളാഹുവെ നിന്റെ സ്വർഗത്തിലേക്കും നിന്നിലേക്കും നീ എന്നെ നയിക്കണമേ എന്നാണ് നിസ്കാരത്തിൽ ഞാൻ പറഞ്ഞതും ആമീൻ പറഞ്ഞതും എന്ന് ഓർത്തുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ സുഹൃത്തുക്കളെ? നമ്മൾ എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഏറ്റവും വലിയ പ്രാർത്ഥന അടുക്കണം. ആ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ എന്നാണ് ആലോചിക്കുക. ആ പ്രാർത്ഥനയും ഓരോ വാക്കിലും പ്രയോഗങ്ങളിലും യഥാർത്ഥത്തിൽ ഇത്ര വലിയ ആശയങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നില്ല. അപ്പോൾ നേരായ മാർഗത്തിൽ നയിക്കണം. നേരായ മാർഗത്തിൽ നയിക്കുമ്പോൾ നേരായ വഴി മാത്രമല്ല, ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. വഴി അറിയാതെ പിഴച്ചവരുമുണ്ട്, വഴി അറിഞ്ഞു പിഴച്ചവരുമുണ്ട്. വഴി അറിഞ്ഞു പിഴച്ചവരാണ് ജൂതൻ, വഴി അറിയാതെ പിഴച്ചവരാണ് ക്രിസ്ത്യാനികൾ. വഴി മനസ്സിലാകുമ്പോൾ തിരിച്ചു വരാനുള്ള ഒരു മനസ്സാണ് ഉണ്ടാവേണ്ടത്. ആ വലാലത്തിന്റെ വഴിയിൽ എന്നെ നയിക്കും എല്ലാ പിഴച്ച കക്ഷികളും. അള്ളാഹുവും റസൂലും നമുക്ക് പഠിപ്പിച്ചെന്ന ഖുർആനും ഹദീസും അനുസരിച്ചുകൊണ്ട് പൂർവിക സമുദായമായ നേർക്കുനേരെ ഇസ്ലാമിന് സാക്ഷ്യം വഹിച്ച സ്വഹാബത്ത് എങ്ങനെ ജീവിച്ചോ, മാ അന അലൈഹിൽ യൗമ വാ സ്വഹാബി, അവരുടെ വഴിയാണ് ശരിയുടെ വഴി. ആ വഴിയിലൂടെ ആര് സഞ്ചരിക്കുന്നുവോ അവൻ സ്വർഗത്തിലേക്ക് എത്തും, അവൻ അള്ളാഹുവിലേക്ക് എത്തും. എല്ലാ പ്രാർത്ഥനകളിലും ഏറ്റവും ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന സമ്പൂർണമായിട്ടുള്ള ഏറ്റവും പ്രയോജനപ്പെടുന്ന ഒരു പ്രാർത്ഥനയാണ്. വലിഹാദ വജബ അലൽ ഇൻസാൻ അൻ യദ്ഉ അല്ലാഹ ബിഹി ഫി കുല്ലി റകഅത്തിൻ മിൻ സ്വലാത്തിഹി ലിലറൂറത്തിഹി ഇലാ ദാലിക്. അതുകൊണ്ട് എല്ലാ അടിമയും ഈ പ്രാർത്ഥന അവന്റെ ഓരോ റകഅത്തിലും പ്രാർത്ഥിക്കൽ ഓരോ അടിമക്കും നിർബന്ധമാണ്. കാരണം ഈ പ്രാർത്ഥനയിൽ പറയുന്ന കാര്യം ലഭിക്കാതെ ഒരു മനുഷ്യന് മുന്നോട്ട് പോവാനാവില്ല. അത് ലഭിക്കാത്തവന്റെ ജീവിതം ഏറ്റവും വലിയ നഷ്ടത്തിലാണ്. അതാ നമ്മൾ ചോദിക്കുന്നത്. അതിൽ ആമീൻ ഇമാം പറയുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ആമീൻ വന്നാൽ, ഇമാം പറഞ്ഞു കഴിഞ്ഞിട്ടല്ല, ഇമാമിൻ്റെ കൂടെ തന്നെ നമ്മൾ പറഞ്ഞാൽ അത് മലായിക്കത്തിൻ്റെ ആമീൻ്റെ കൂടെയാവും. അപ്പോൾ നമ്മുടെ പാപങ്ങൾ പുറത്തു തരാൻ അത് കാരണമാകും. വലിയ പ്രതിഫലം ലഭിക്കുന്ന കാര്യം. ആമീൻ പറയുമ്പോൾ പോലും ശ്രദ്ധിച്ചു വേണം പറയാനാണ് സുഹൃത്തുക്കളെ. മാത്രമല്ല, നമ്മളിതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അള്ളാഹു എന്ത് ചെയ്യും? നേർക്ക് നേരെ അള്ളാഹു നമ്മുടെ ഓരോ ചോദ്യങ്ങൾക്കും മറുപടി പറയുന്നു. ഫാത്തിഹ സൂറത്ത്, ഇവിടെ സ്വലാത്തിന്റെ ഫാത്തിഹ സൂറത്തിനെ, അവിടെ സ്വലാത്തിന്റെ ഒരു പേരും കൂടി ഫാത്തിഹയ്ക്ക് ഉണ്ട് എന്ന് പറഞ്ഞു. ഫാത്തിഹ സൂറത്തിനെ എനിക്കും എൻ്റെ അടിമക്കും ഇടയിൽ പകുതിയും പകുതിയുമായി ഞാൻ വീതിച്ചിരിക്കുന്നു എന്നാണ്. എന്നിട്ടെന്താ പറഞ്ഞത്? വലി അബ്ദി മാ സഅൽ, എൻ്റെ അടിമക്ക് അവൻ ചോദിച്ചത് ഞാൻ നൽകും. ഫഇദാ ഖാലൽ അബ്ദു, നിസ്കരിക്കാൻ നിന്നിട്ട് എൻ്റെ അടിമ പറയുകയാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് എൻ്റെ അടിമ പറഞ്ഞാൽ അള്ളാഹു പറയും ഹമിദനി അബ്ദി, എൻ്റെ അടിമ എന്നെ സ്തുതിച്ചു എന്ന് അള്ളാഹു പറയും. നമ്മൾ ഫാത്തിഹ പറയുമ്പോഴേ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അള്ളാഹു പറയും എൻ്റെ അടിമ എന്നെ സ്തുതിച്ചു എന്ന് പറയും. വഇദാ ഖാല അർറഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയും അസ്ന അലയ്യ അബ്ദി, എൻ്റെ അടിമ എന്നെ പുകഴ്ത്തി എന്ന് പറയും. മാലിക് യൗമിദ്ദീൻ എന്ന് പറയുമ്പോൾ മജ്ജദനി അബ്ദി,
അതല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ഫവ്വല ഇലയ്യ അംരി അബ്ദി, എൻ്റെ അടിമ എന്നിലേക്ക് ഏൽപ്പിച്ചു, എൻ്റെ അടിമ എന്നെ മഹത്വപ്പെടുത്തി. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ നാം പറയുമ്പോൾ അല്ലാഹു പറയും ഹാദാ ബൈനി വ ബൈന അബ്ദി വലി അബ്ദി മാ സഅൽ, ഇത് ഞാനും എൻ്റെ അടിമയും തമ്മിലുള്ള കരാറാണ്, എൻ്റെ അടിമക്ക് ചോദിച്ചത് ഞാൻ നൽകുമെന്നാണ്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ എന്ന് പറയുമ്പോൾ അല്ലാഹു പറയും ഹാദാ ലി അബ്ദി വലി അബ്ദി മാ സഅൽ, ഇതെൻ്റെ അടിമക്കുള്ളതാണ്, എൻ്റെ അടിമ എന്നോട് ചോദിക്കുന്നത് ഞാൻ അവന് നൽകും എന്ന് അല്ലാഹു പറയുന്നതാണ്. സുഹൃത്തുക്കളെ, ഇങ്ങനെ ഓർത്ത് ഇനി നമ്മൾ ഫാത്തിഹ ചെല്ലണം. എല്ലാ നിസ്കാരത്തിലും ഫാത്തിഹ 4 റക്അത്തിൽ 4 വട്ടം ചെല്ലില്ല നമ്മൾ. അത് കഴിഞ്ഞൊരു ചെറിയ സൂറത്ത് എന്തെങ്കിലുമൊക്കെയാണ് നമ്മൾ സാധാരണ ഓതുക. റുക്കൂയിലും സുജൂദിലൊക്കെ പ്രാർത്ഥനകൾ എത്ര കുറച്ചേ ഉള്ളൂ. അത്തഹിയാത്തിൻ്റെ നിർബന്ധമായ ഭാഗവും കുറച്ച് ഭാഗങ്ങളുള്ളൂ. ആ ഫാത്തിഹ സൂറത്ത് ശരിക്കൊന്ന് പോയിട്ടൊരു തഫ്സീർ എടുത്തൊന്ന് വായിച്ച്, ഇവിടെ വരുമ്പോൾ കുറച്ച് നേരത്തെ വരുമ്പോൾ ഒരു തഫ്സീർ എടുത്തൊന്ന് വായിച്ച് അതിൻ്റെ അർത്ഥം ഒന്ന് മനസ്സിൽ വെച്ച് നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരത്തിന് എന്തൊരു ആത്മാവ് ഉണ്ടായിരിക്കും, അതെത്രമാത്രം മഹത്വമായിരിക്കുമെന്ന് ആലോചിച്ചു. എല്ലാ സമയവും ഫാത്തിഹ ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നാണ്. നമ്മൾ പലപ്പോഴും കയ്യിലൂതി തടവുമ്പോൾ ഓതുന്ന സൂറത്തുകളിൽപ്പെട്ടാണ് ഫാത്തിഹ. ഫാത്തിഹ കൊണ്ട് മന്ത്രിച്ചത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഏറ്റവും മഹത്തായ ഒരു അധ്യായം, ഖുർആനിലെ ആദ്യത്തെ അധ്യായം ഉമ്മുൽ കിതാബ് എന്ന് പറയുന്ന മഹത്തായ അധ്യായം, അള്ളാഹുവുമായി നേരിട്ട് നമ്മൾ സംസാരിക്കുന്ന അധ്യായം, ജീവിതത്തിൽ 1000കണക്കിന് തവണ നമ്മൾ പാരായണം ചെയ്യുന്ന ഈ സൂറത്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അർത്ഥത്തോടെ പഠിക്കാനും ഉൾക്കൊള്ളാനും, അത് പാരായണം ചെയ്യുമ്പോൾ ആശയം ഉൾക്കൊണ്ട് പാരായണം ചെയ്യുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.